ഇനി നമ്മൾ ഒരാളെ വിചാരിച്ചാൽ ഈ നാടങ്ങ് നന്നാക്കി കളയാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മൾ വിചാരിച്ചാലും പറ്റും. നമ്മുടെ പൊതു സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചൊക്കെ പലപ്പോഴും വിമർശനങ്ങളൊക്കെ ഉയരുണ്ടല്ലേ. എന്നാൽ അതിനെ മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ? ഒരാൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയല്ലേ. എന്നാൽ ഒരാൾ വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തരികയാണ് കൊല്ലം സ്വദേശിയായ ഒരു അഭിഭാഷകൻ വിനായക് സച്ചിൻ. പലരും നിസ്സഹായരായി പോകുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. അത് കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്തകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പലരും തുനിയാറില്ല. താൻ ഇടപെട്ടിട്ട് എന്ത് കാര്യം എന്നുള്ളതൊക്കെ ആയിരിക്കും പലരുടെയും ചിന്തയിലുണ്ടാകുക. പക്ഷേ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തെളിയിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് പരിചയപ്പെടാം. ഇത് വിനായക് സച്ചിൻ. ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയിൽ നിന്നാണല്ലോ താങ്കൾക്ക് ഒരു വിഷയത്തിൽ ഇടപെടാൻ തോന്നി. അതെന്താണെന്ന് പറയും. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5-ാം തീയതി ഞാൻ കേരള എക്സ്പ്രസ്സിൽ നിന്നും ശനിയാഴ്ച എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. കൊല്ലം എൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് പോയായിരുന്നു. അപ്പോൾ സ്ഥിരം ടൗണിൽ നിന്നാണ് ഞാൻ ട്രെയിൻ ബോർഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അന്ന് കേരള എക്സ്പ്രസ്സിൽ കയറിയപ്പോഴത്തേക്കും നമ്മുടെ കൊല്ലത്ത് തന്നെ ഇറങ്ങാനുള്ള ഒരു യാത്രക്കാരൻ അദ്ദേഹത്തിനോട് സ്കോഡ് വന്നു. അപ്പോൾ അന്ന് സ്കോഡ് കയറിയപ്പോഴത്തേക്കും അദ്ദേഹത്തിനോട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം ടിക്കറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു, അത് കേൾക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ടിക്കറ്റ് ഇല്ല സാർ, കാരണം എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് വെച്ചപ്പോൾ എറണാകുളം ടൗണിലെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ അൺറിസർവ്ഡ് കൗണ്ടറിൽ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് വെൻഡേഴ്സ് ഇല്ലായിരുന്നു, ടിക്കറ്റ് ക്ലർക്സ് ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ UTS ട്രൈ ചെയ്തു, പക്ഷേ പുള്ളി കിട്ടിയില്ല. നെറ്റിൻ്റെ എന്ത് ഇഷ്യൂ ആണ്, മിക്കവാറും സെർവർ ഡൗൺ, അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരു ഭീമമായ ഫൈൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-6 മാസമായി, എന്നാലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000 രൂപയ്ക്ക് പുറത്തൊരു ഫൈൻ കൊടുത്തു. കാരണം ഡൽഹിയും തൊട്ട് ഇവിടെയുള്ള ജനറൽ ടിക്കറ്റിൻ്റെ ഫൈനും എല്ലാം കൂടെ ചേർത്ത് ഒരു 10-2000 കൗണ്ടറിൽ ആളില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം കയറേണ്ടി വന്നത് ടിക്കറ്റില്ല. അപ്പോൾ അതിനെ വല്ലാതെ ടച്ച് ചെയ്തു. അന്ന് രാത്രി തന്നെ വീട്ടിൽ പോയിട്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു കാര്യം എന്താണ്, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ വിവരാവകാശ നിയമപ്രകാരം RTI ഓൺലൈൻ കൊടുത്തു. ഇവിടുത്തെ ടിക്കറ്റ് ക്ലർക്കേഴ്സിൻ്റെ ഡ്യൂട്ടി ലിസ്റ്റ്, അവരുടെ എംപ്ലോയ്മെൻറ്റ് നമ്പർ, മറ്റ് രേഖകൾ ചോദിച്ചുകൊണ്ട് വിവരാവകാശം ഇട്ടു. എനിക്ക് ഒരു മാസം കഴിഞ്ഞ് അവിടുത്തെ ട്രിവാൻഡ്രം ഡിവിഷനിൽ നിന്ന് മറുപടിയും കിട്ടി, വ്യക്തമായ മറുപടികളെല്ലാം കിട്ടി. എംപ്ലോയ്മെൻറ്റ് പേരും എംപ്ലോയ്മെൻറ്റ് നമ്പരും ഡ്യൂട്ടി ലിസ്റ്റും എല്ലാം ഉൾപ്പെടെ എനിക്ക് തന്നു. ഈ RTI പ്രകാരം എല്ലാ സമയത്തും ആളുണ്ടായിരുന്നില്ല? ഇല്ല, എല്ലാ സമയത്തും ആരും ഉണ്ടായിരുന്നില്ല. അതായത് നിങ്ങൾ ഒരാൾ ഇടപെട്ടു എന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഒരാൾ പിന്നിലുണ്ട്. അതെ, അതിനെ തുടർന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഉദ്യോഗസ്ഥരെ എപ്പോഴും അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്താൽ അവർ പ്രവർത്തിക്കും. ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരും എംപ്ലോയ്മെൻറ്റ് നമ്പരും അവൻ്റെ ഡീറ്റെയിൽസും എടുക്കുമ്പോൾ അവർക്ക് ഊഹിക്കാം ആരും ഇതിൻ്റെ പുറകിൽ അവർക്കെതിരെ പരാതിയായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിനെ തുടർന്നായിരിക്കും ഒരു ആക്ഷൻ ഉണ്ടായി. പിന്നെ ഒരു ഡിസംബറൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും ഒരു വിവരാവകാശം ഇട്ടു. കാരണം ഇതിനെ തുടർന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഓഗസ്റ്റിൽ 15 ലക്ഷമായിരുന്നു ഇവിടുത്തെ ടോട്ടൽ റവന്യൂ അൺറിസർവ്ഡ്. വിവരാവകാശം ഇട്ട് ഇവിടെ ആൾക്കാർ വന്നതിന് ശേഷം 24 ലക്ഷത്തിലേക്ക് ഉയർന്നു ഏകദേശം. അപ്പോൾ ഏകദേശം ഒരു 9 ലക്ഷത്തോളം രൂപ ഇവരുടെ റവന്യൂ വരുമാനം